പോലീസ് സേനയിലെ ആത്മഹത്യ ജോലിഭാരം കൊണ്ടല്ലെന്ന് ADGP MR അജിത് കുമാർ. മറ്റു വിഭാഗങ്ങളിൽ വർദ്ധിച്ചതുപോലെ ആത്മഹത്യാ നിരക്ക് പോലീസിലും വർദ്ധിച്ചിട്ടുണ്ട്. ജോലി ചെയ്യാൻ അറിയാത്തവർക്കാണ് ജോലി ഭാരമായി തോന്നുന്നത്. പെറ്റി കേസുകൾ എടുത്ത് സമയം കളഞ്ഞ് ജോലിഭാരം കൂട്ടരുത്. പെറ്റി കേസുകൾ കുറഞ്ഞതുകൊണ്ട് ക്രിമിനൽ കേസുകൾ കൂടാനും കുറയാനും പോകുന്നില്ല. റോഡിൽ പോലീസ് വേണം, വാഹനങ്ങൾ പരിശോധിക്കണം, പെറ്റിയടിക്കണമെന്ന് താൻ പറയുന്നില്ലെന്നും ADGP MR അജിത് കുമാർ പറഞ്ഞു. ഓരോ ആത്മഹത്യയും പഠിച്ചിട്ടുണ്ട്, ഒരു ആത്മഹത്യ പോലും ജോലി ഭാരം പിടിച്ചതല്ല, ഒരെണ്ണം പോലും അല്ല. തീർച്ചയായും ആത്മഹത്യയുടെ നിരക്ക് കൂടി, ശരിയാണ്, ഒരു സംശയമില്ല. ആർക്കാണ് ജോലി ഭാരമായിട്ട് തോന്നുന്നത്? ജോലി ഭാരം തോന്നും, പക്ഷേ കൂടുതൽ ജോലി ചെയ്യാൻ അറിയാത്ത ആൾക്കാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമിത ജോലി പോലും ജോലി ഭാരമായിട്ട് തോന്നില്ല. സിനോജ് തോമസ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ്. ADGP MR അജിത് കുമാർ ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നതാണ് ഉദ്ദേശിച്ച തത്വമെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അല്പം പാളിയെന്ന് തോന്നുന്നു, അല്ലേ സിനോജ്? സുജയ പാർവതി, ഗുഡ് ഈവനിങ്. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പോലീസ് സേനയ്ക്കുള്ളിൽ ജീവനെടുക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സ്വയം ജോലി VRS എടുത്ത് പോകുന്ന, വിരമിച്ച് പോകുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. മറ്റ് ജോലികൾ തേടി പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് വടകരയിൽ ആരംഭിച്ച പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ സമ്മേളനം ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ആ ഘട്ടത്തിലാണ് ഇന്നത്തെ പരിപാടിക്ക് മുഖ്യ അതിഥിയായി എത്തിയ ADGP MR അജിത് കുമാർ. ഏകദേശം 1 മണിക്കൂറധികം സമയം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ എൻ്റെ അവസാനത്തെ സമ്മേളനമായിരിക്കും ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശദമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് മറ്റ് ജനവിഭാഗങ്ങളിൽ കാണുന്ന രീതിയിൽ തന്നെ ആനുപാതികമായിട്ട് പോലീസ് സേനയിലും ഈ ജീവനെടുക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് ജോലിഭാരമല്ല പ്രശ്നമെന്ന് അദ്ദേഹം പറയുന്നു. ജോലി ചെയ്യാൻ അറിയാത്തവർക്കാണ് ജോലി ഭാരമായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സ്വന്തം ജീവിതാനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോലീസുകാരെ ഉപദേശിക്കുന്നത്. അതായത് ജോലി ഒരിക്കലും ഭാരമല്ല, അത് ആസ്വദിച്ച് ചെയ്യണം. ഒപ്പം തന്നെ കാലത്തിനനുസരിച്ചുള്ള ടെക്നോളജി, സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം ജോലി ഭാരം കുറയ്ക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, ഒരു സിവിൽ പോലീസ് ഓഫീസർ മുതൽ DYSP വരെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥനും ആഴ്ചയിൽ 1 ദിവസം ഓഫ് എടുക്കണം. ഓഫ് എടുത്ത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം, 1 ദിവസം കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പല പോലീസുകാരും പറയുന്നുണ്ട് അങ്ങനെ ഓഫ് എടുക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരാതി ഉള്ളവർക്ക് എന്നെ സമീപിക്കാം, അതിനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, എല്ലാ പോലീസ് മേധാവിമാർക്കും ഓഫ് എടുക്കാനുള്ള, അവധി എടുക്കാനുള്ള അവകാശമുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലാ പോലീസ് മേധാവിമാരും 1 ദിവസം ഒരുമിച്ച് അവധിയെടുത്താലും സംസ്ഥാനത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ഭരണ സംവിധാനവും ആഭ്യന്തര വകുപ്പും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സിസ്റ്റവും ഇവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം പോലീസിനൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. പക്ഷേ വസ്തുത നമുക്കറിയാം, പോലീസ് സേനയിൽ അംഗബലം തീരെ കുറവാണ്. അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഒരു പോലീസ് സ്റ്റേഷനിൽ മിനിമം 50 പേരെങ്കിലും വേണം. അവിടെ അങ്ങനെ പല പോലീസ് സ്റ്റേഷനിലും ആ അംഗബലത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ജോലി ഭാരം കൂടുന്നതെന്ന് അദ്ദേഹം മറുഭാഗത്ത് പറയുമ്പോഴാണ് ഈ രീതിയിൽ പോലീസുകാർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസം ഓഫ് എടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, പെറ്റി കേസുകൾ അടുപ്പിക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ല. കാരണം പെറ്റി കേസ് എടുത്തെടുത്ത് കൊണ്ടുപോയി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, അത് പോലീസുകാർക്ക് ജോലി ഭാരം കൂട്ടുന്നു. അങ്ങനെ പെറ്റി കേസ് എടുക്കുന്നത് കൊണ്ട് ഈ നമ്മുടെ നാട്ടിലെ ക്രിമിനൽ കേസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം മറ്റൊരു ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ 50% പെറ്റി കേസിൻ്റെ എണ്ണം കുറച്ചു. അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ പെറ്റി കേസിൻ്റെ പുറകെ പോകരുത് എന്ന് അദ്ദേഹം ഒരു ഉപദേശം കൂടെ കൊടുക്കുന്നു. അതോടൊപ്പം അങ്ങനെ പെറ്റി കേസ് എടുക്കേണ്ടെന്ന് കരുതി റോഡിലുള്ള പരിശോധന ഇല്ലാതാക്കരുത്. കാരണം ജനങ്ങൾക്ക് പോലീസിലൊരു വിശ്വാസമുണ്ട്. നിരത്തുകളിൽ പോലീസിൻ്റെ കാവൽ വേണം, വാഹന പരിശോധന നിർത്തരുത്, അത് തുടരണം എന്ന് കരുതി വഴിയിലൂടെ പോകുന്ന ലോറി തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരിൽ നിന്ന് 100 രൂപ പിടിച്ചു വാങ്ങുന്ന പെറ്റി കേസ് എടുക്കാൻ പാടില്ലെന്നൊരു മുന്നറിയിപ്പ് കൂടി ADGP കൊടുക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും മാധ്യമങ്ങൾ വാർത്ത നൽകും. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോയി ഉടൻ നടപടിയെടുക്കരുത്. അങ്ങനെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ ആരായാലും, താൻ ഉൾപ്പെടെയാണെങ്കിലും ഇളിബിരായി പോകുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പന്തീരങ്കാവിലെ ഗാർഹിക പീഡന കേസാണ്. അത് നമുക്കറിയാം, വലിയ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത ചെയ്തു. പന്തീരങ്കാവിലെ SHOയെ സസ്പെൻഡ് ചെയ്തു. പോലീസിന് വീഴ്ച എന്ന് വാർത്ത വന്നു, അങ്ങനെയാണ് സസ്പെൻഷൻ വരുന്നത്. പക്ഷേ പോലീസിന് അവിടെ വീഴ്ച ഉണ്ടായിരുന്നില്ല, SHOയ്ക്ക് വീഴ്ച ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ കേസ് ഹൈക്കോടതിയിൽ എങ്ങനെ എത്തിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യുന്നു.
അവർ എന്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടെത്തിക്കൊണ്ട് അതിന് പുറകെ പോയി ഒരു നടപടി എടുത്തേക്കരുത്. തനിക്കൂടെ ബാധ്യതയാണ്, താൻ കൂടെ പഠിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് ഉടനടി ഒരു ആക്ഷനിലേക്ക് പോകരുത്. അതിൻ്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നടപടിയെടുക്കണം. ഒരു സ്വയം തെറ്റുതിരുത്തുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു അപകടമുണ്ടായാൽ ആദ്യം ഓടിയെത്തുന്നത് കേരള പോലീസാണ്. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കേരള പോലീസിൻ്റെ മേപ്പാടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് ആദ്യം ഓടിയെത്തുന്നത്. അവിടുത്തെ ആദ്യത്തെ താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് പോലീസുകാരാണ്. പക്ഷേ ആ ക്രെഡിറ്റ് എടുക്കാൻ പോലീസിന് അറിയില്ല. മറ്റ് സേനാ വിഭാഗങ്ങൾ പാലം പണിയുന്ന സമയത്തൊക്കെ തന്നെ അവർ അത് ക്യാമറയിൽ ചിത്രീകരിച്ച് മാധ്യമങ്ങൾക്ക് നൽകുന്നു, അതിന് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നു. പോലീസിന് അതിൻ്റെ സംവിധാനമില്ല, അതിൻ്റെ പോരായ്മ പോലീസിനുണ്ട്, അതിൻ്റെ പരിമിതികളുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടുള്ളൊരു വിശദമായ 1 മണിക്കൂറേറെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അങ്ങനെ പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം പറയുന്നു പോലീസിൽ അംഗബലം കുറവാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 7000 പുതിയ നിയമനങ്ങൾ നടത്തിയെങ്കിൽ പോലും അതും പോരാ, ഇനി നിയമനങ്ങൾ വേണം, പോലീസുകാർക്ക് റെസ്റ്റ് എടുക്കാൻ സമയം വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് അദ്ദേഹം വടകരയിൽ സംസാരിച്ചത്. സുജയ. ഓക്കെ, താങ്ക് യു. സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.